Q Developers ഉപ്പും മുളകും. അച്ഛൻ പറഞ്ഞൊരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ പിന്നെ അവിടെ ഒന്നും കാണൂല. ശിവ, ഞാൻ പറഞ്ഞല്ലോ, നീ കേട്ടാ? നീ എന്താ പറഞ്ഞേ? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ പിന്നെ അവിടെ ഒന്നും കാണൂലെന്ന്. അതൊരു പുതിയ സംഭവം അല്ലല്ലേ, വിട്ടേക്ക്. എന്നാലും ഇത് എവിടെ പോയി? സാധാരണ ആർക്കറിയാം, ആടത്തിലും ചോദിച്ചാലും അത് പറയത്തൂല്ലല്ലോ. അച്ഛൻ പറഞ്ഞ വെച്ചാൽ ശരി. ഞാൻ ഒരു സാധനം വെച്ചെടുത്ത് കണ്ടില്ല. എന്റെ അച്ഛ, ഒരാളൊരു കാര്യം പറയുമ്പോ ആ സമയം നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവൂല. പിന്നെ കുറച്ച് കഴിഞ്ഞല്ലേ അത് അനുഭവിക്കുമ്പോഴല്ലേ അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നേ. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടടാ. സ്ഥിരം പറയാറുണ്ടല്ലടാ ഞാൻ ഇതൊക്കെ. അച്ഛൻ പറയാത്തായിട്ട് വല്ല ഉണ്ടാ? എന്നാ അച്ഛൻ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞാ, ഞാൻ അങ്ങോട്ടും പറഞ്ഞുതരാം. എടാ, സമസ്ത മേഖലയെ പറ്റി അച്ഛൻ പറയും. അച്ഛൻ അതിനുള്ള അറിവുണ്ട് കേട്ടാ. നീ എന്തിനീ വെടികൊണ്ട് വന്ന് കിടന്ന് ഓടണേ? അയ്യോ, ഒന്നുമില്ല, എന്റെ ഒരു സാധനം കളഞ്ഞുപോയി. ആ തപ്പുവാ. അമ്മയ്ക്ക് 24 മണിക്കൂർ കൂടെ ജോലിയാ, എന്നിട്ട് റൂം അടക്കുന്ന കിടപ്പ് നോക്ക്. എന്താണോ ഭയങ്കര മലമറക്കുന്ന ജോലി. എന്താടാ ഒറ്റക്കിടന്ന് പെറുവിറുക്കണേ? അയ്യോ, ഒന്നുമില്ലേ, ഒന്നുമില്ല. എന്താ നോക്കണ നീ? എന്റെ ഒരു സാധനം കളഞ്ഞു. ഏതാ തപ്പുന്നേ? എന്ത് സാധനം? ഒരു സാധനം. സാധനത്തിന് പേരില്ലേ? അതിന് പേരില്ല. എന്റെ കിട്ടിട്ടുണ്ടോ അതിന് ഇനി പേരിടേ? എടാ, അതൊക്കെ വലിച്ചു നിൽക്കാതെ മാറിയാ പോയേ. ഇറങ്ങിപ്പോ. ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്ന റൂമല്ലേ, വലിച്ചിരിക്കാൻ ഭയങ്കര കുഴപ്പമാ. ഓ, ചെക്കനെന്ത് പറ്റി? കുടിഞ്ഞതാ ചേട്ടൻ എണീച്ച് മാറി. എന്താടാ മാറി? ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടില്ലേ? പോ. ഇപ്പൊ എന്ത് കാണിക്കണം? പാരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടില്ല നീ? ഒന്നും ഇല്ലമ്മ. വിഷ്ണുവേ, അമ്മ രാവിലെ തന്നെ നല്ല വെടിക്കെട്ട് പൊട്ടിക്കൂട്ടാ. ഒന്നാമത്തെ ഉത്സവകാലം മറക്കണ്ട. പോയ സാധനം പോട്ട് ചുമ്മാ. ആ രാവിലെ തന്നെ തുടങ്ങിയ പണി. വൈദ്യനെ തുടങ്ങിയാ മതിയാ? എന്റെ പൊന്നു, ഒന്നും പറയാനും വയ്യേ. നിനക്ക് എന്ത് വേണം? എന്തിനാണ് വന്നാൽ പോയിട്ട്? എനിക്കൊന്നും വേണം, ഒന്ന് കടയിൽ പോയിട്ട് വരാം, കുറച്ച് സാധനം വാങ്ങിക്കണം. നീ കൈമലെടുത്തതാ? പോ, ഒന്ന് വാങ്ങിച്ചിട്ട് വാ ബാലൂന്ന്. ആ കറക്റ്റ് സമയത്ത് മുടി എത്തിയല്ലേ? ഡേയ്, പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേ. അമ്മയ്ക്ക് എന്തോ സാധനമാണെന്ന് പോയി വാങ്ങിച്ചോടും. അല്ല, ഉച്ചക്ക് ശേഷം പോയാ പോരെ? വേണ്ടടാ, എല്ലാവരുടെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് പോയാ മതി. എന്നാ ഓക്കെ. ഓ, അത് ഇത്ര പെട്ടെന്ന് സാധനം വാങ്ങണമെന്ന് പറഞ്ഞതിനാണ് അറിയാൻ പറഞ്ഞ? ആ ഒരു ഗസ്റ്റ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഓ, സസ്പെൻസ് എടാ. പ്രധാനമന്ത്രി പറഞ്ഞത് പറയാൻ പറ്റില്ല, ചിലപ്പോ പ്രധാനമന്ത്രി ആയിരിക്കും. പടവലത്താണ് ചേർന്ന് ഇറങ്ങണത്. പടവലത്തല്ല, വരണമെങ്കിൽ ഇവിടെ വരുള്ളൂ. കാരണം ഇവിടുത്തെ ഇലക്ട്രോണിക്സ് വിദഗ്ധനെ കണ്ട് നേരിട്ട് വന്ന് അവാർഡ് വരുമായിരിക്കും ചിലപ്പോ. അയ്യ, അമ്മ പറഞ്ഞപ്പോ ചിരിക്കുന്നത്. കൈകൊട്ടി കൊറ. പറയാൻ പറ്റില്ല, സ്റ്റാറുകൾക്ക് മാത്രമല്ല, ചിലപ്പോ കോ ആർട്ടിസ്റ്റുകൾക്കും കൈയടി കിട്ടാറുണ്ട്. കാലുടക്കി കിട്ടാറുണ്ട്. ചില സമയത്ത് വിറ്റുകൾ ആലോചിച്ചാ എന്തോന്നാണ് ഇപ്പൊ കിടന്ന് ചിരിക്കണേ? നേരത്തെ എന്തോ കാണണമെന്ന് പറഞ്ഞ അവിടെ കിടന്ന് താണ്ഡവാടുന്നുണ്ടായിരുന്നല്ല. എന്റെ അമ്മയെ ഇന്നലെ വൈകിട്ട് 2 ജട്ടി കൈകിട്ടാ. എന്റെ അതില് ഒരു റെഡ് ജട്ടി കാണാനില്ലായിരുന്നു. ഞാനിവിടെ ഫുള്ള് തിരക്കി. എനിക്ക് പിന്നല്ല മനസ്സിലായത് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ആ ജട്ടിയാ. നല്ല വൈകിട്ട് ഓർക്കാതെ എടുത്തിട്ടയാ. ഓർക്കാതെ എടുത്തിട്ട് മനസ്സിലായി, നീ അറിഞ്ഞോണ്ടിടാറില്ലല്ല. ചേട്ടാ പോയേ പോ. ആ പോയി സാധനങ്ങൾ മേടിച്ചോണ്ടോ ചെല്ല്. പൈസ പോന്ന് പറഞ്ഞ ആ ATM കാർഡ് എടുത്തുണ്ടോ? കള്ളലത്തെ കൂടെ താക്കോല് പോയി എടുക്കടാ, ബാഗിലുണ്ട്. വലിക്കാൻ കിട്ടിയ സമയം അടിച്ചു കേട്ട്. എന്ത് പതിവില്ലാത്തൊരു ഒരുക്കം. ഏതാ ഗസ്റ്റ് പറഞ്ഞത്? ആർക്കറിയാം ആരായിരിക്കും? ചിലപ്പോ പടവലത്തെ അമ്മൂമ്മയായിരിക്കും. എങ്കിൽ ഇന്നത്തെ ദിവസം പോയി കിട്ടി അമ്മൂമ്മ. എന്തോന്ന് ഒരു കാലമില്ലാതെ മീൻകറിയൊക്കെ നല്ല മണം. കപ്പയൊക്കെ പുഴുങ്ങി കടുവറുത്ത് വെച്ചിരിക്കണ കൊള്ളാം. ഇവിടെ ഇന്ന് കൊതി വിട്ട് അതിന്റെ ടേസ്റ്റ് വെറുതെ കളയല്ലേ. പോ. ഓ, അത് ഇനി എൻ്റെ അവസാനം എൻ്റെ പേരിൽ അടിക്കാനല്ല. ആര് പറഞ്ഞത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാള്. അപ്പം എൻ്റെ ശത്രു ആയിരിക്കും. ആ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാ. പറയടി, ആര് പറഞ്ഞതാ? അയ്യോ, വേറെ ആരുമല്ല, എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രാജി. എൻ്റെ അമ്മ, ഞാൻ ഇവിടുന്ന് പോണ്. ഇത് ഞാൻ അങ്ങോട്ട് നേരത്തെ പറയാനിരുന്നതാ. നന്നായിട്ട് തന്നെ നിന്റെ കൂട്ടുകാരി പറഞ്ഞത് ഞാൻ കൂടെ ഇറങ്ങി പോണത്. പിന്നെ മുക്കാചക്രത്തിന്റെ ഉദ്യോഗസ്ഥ എന്റെ സോമരൻ, നിന്റെ ഉദ്യോഗം വീട്ടിലിരിക്കും. പോട്ടെ, അമ്മ പാവല്ലേ, പോട്ട് വിട്ടടാ. ഓ, വെച്ചിട്ട് പോടാ. ഒരു കഷ്ണം കഴിക്കട്ടേ? വേണ്ട, കഴിക്കണ്ട. അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചല്ലേ, കഴിച്ച് തീർക്കല്ലേ പ്ലീസ്. അയ്യോ, അമ്മ കഷ്ടപ്പെട്ടപ്പോ എവിടെയായിരുന്നു? വിളിക്കാത്തത് എന്തേ? വിളിക്കാറുന്നത് ഭാഗ്യമായിപ്പോയി. അതുകൊണ്ട് സാധനങ്ങളെല്ലാം കറക്റ്റ് ടൈമിന് റെഡി ആയി.
ഡേയ് ഈ ചോറും കറിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ള. ആ അതവള് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു. അവൾക്ക് ഈ കപ്പ പുഴുങ്ങിയതും ചാള മീൻകറിയും ഭയങ്കര ഇഷ്ടാ. പിന്നെ ഇതെന്ന് തോന്നുന്നു ഈ മുളക് കറിയാ? അത് മുളക് അതും അവൾക്ക് ഭയങ്കര ഇഷ്ടാ. അവൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്? അവൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തോ നീ കാണിക്കണം പിള്ളേരെ പോലെ? പിള്ളേരെക്കാൾ കഷ്ടമാണല്ലോ. ഞാൻ നിന്റെ ബാക്കി നിന്റെ കൂട്ടുകാർ രാജി തിന്നാ മതി. ആർത്തി പണ്ടാരങ്ങളെ പോലെയുള്ളൂ എല്ലാം. ഇനി വാങ്ങിക്കോട് കഴിക്കാൻ. 2017 നമ്മളെ ചതിക്കൂ, വർക്കും ഇല്ല. ഇപ്പം എന്താ ഏപ്രിലായി, ഇത് ചെയ്യുമെന്ന് പറ. അയ്യോ കൈയും കഴിവില്ല മുളക്. എന്തോന്നത് കഴി നിൽക്കാതെ പോയി കുളിച്ചൂടെ വൃത്തിക്ക്? അയ്യോ എന്തോ നീറ്റല്. എന്നാലും കുളിക്കരുത് കേട്ടാ. കുളിക്കുന്ന പടപടിയിരുന്ന് നിന്റെ കണ്ണിൽ ഞാൻ മുളക് പാടും. രാജി എങ്ങനെ വന്നേ? ഓട്ടോയ്ക്ക്. ആ ആന്റി ആ ഈ കുട്ടിപ്പട്ടാളല്ല ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് ആന്റി കൈയും വീശി വന്നേ? അല്ല മോനെ, ഓട്ടോയ്ക്കാ വന്നേ. ഓട്ടോ വഴി നിർത്താൻ പറ്റത്തോട്ടെയായിരുന്നു ആന്റി. ഓ ദൈവമേ, ഞാൻ തോറ്റ്. വെറുതെ പറയണതാ. ഓ എന്നാലും കൊള്ളുന്നുണ്ട്. രാജി ഭർത്താവിന് സുഖം തന്നെ? ആന്റി എപ്പത്തി? ആ ഈ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? വേറെ എവിടെ പോവാ, ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും. അതെ അച്ഛൻ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. എപ്പോഴും. മോന് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നോ? ഓ ഇപ്പൊ പ്രോഗ്രാം ഒന്നും ഇല്ല ആന്റി. നല്ല പുതിയ ഫ്രീക്കം പിള്ളേര് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണത്. ഇവരുടെ ടീം ഒരു ഇത്തിരി ഡൗണാ. എന്തോന്ന് വായ നോക്കിക്കൊണ്ടിരിക്കണേ? ചായ എടുത്ത് പറഞ്ഞേ. ഇവിടെ ഓഫീസിൽ ഇരിക്കണേ ചുമ്മാ ഇങ്ങനെ മെഴുകസ്യാന്ന്. ചിലപ്പോഴൊക്കെ. ആ വാ വാ അടുക്കളയിലേക്ക് വാ. അല്ല എല്ലാം റെഡി ആയോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. വാ. കപ്പ പുഴുങ്ങിട്ടുണ്ട്. കപ്പയൊക്കെ റെഡി ആയി. എന്റെ രാജി ഇവിടെ നിന്ന് ശരിയാവില്ല. വാ ഇങ്ങോട്ട് പോര്. അല്ല ഒന്നാമത്തെ മുളക് എടുത്ത് വെച്ചിരിക്കുന്നു. ഏയ് ഞാനൊരു കാര്യം പറയാം. ആൾക്കാർ വരുമ്പോൾ ഈ പരസ്പരം കുത്തണ പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കണം. പ്രത്യേകിച്ച് എന്നെ ഒരുമാതിരി ആക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ അച്ഛനെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അവസരം കിട്ടാത്തോണ്ടാ. അവരങ്ങ് പോകും, പിന്നെയാണ് പൂരം. എന്താടാ നിനക്കൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ വല്ല കൈ നിറച്ച് കൊണ്ടുവരണോടാ. തന്നെടാ. പിന്നെ എന്തെന്ന് 2 കൈ വീശി വന്നാൽ മതി. നിനക്ക് ആക്രമണം തീർന്നില്ലടാ തിന്ന് എന്നെ നാണം കെടുത്താൻ വേണ്ടി. നിന്റെ ഒരു മരുന്ന് വർത്താനം ആട്ടെ നിർത്തൂലേ? ആന്റി ഡൈനിങ്ങിൽ നിന്ന് കഴിക്കാം ആന്റി. ഓ അതൊന്നും വേണ്ട മോളെ, ഇതാ സേഫ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. മോളെങ്ങനെ കുക്കിങ്ങിന്റെ കാര്യത്തില്? ആ അമ്മയുടെ കൈപ്പുണ്യൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ അമ്മേ? പിന്നെ എനിക്ക് ചിത്തപ്പര ഉണ്ടാക്കി ഇറങ്ങിത്തിരിക്കുക. മോൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടോ? ഏയ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫേസ്ബുക്കിൽ 3 അക്കൗണ്ട് ഉണ്ട്. പിന്നെയാ അതെ 2 പോയാ അങ്ങോട്ട്. എന്തായാലും ഞങ്ങൾ അടുക്കളയിലോട്ട് വന്നേല്ലേ, 2 ലക്ഷം കപ്പയും കൂടെ എടുത്തേക്ക്. മോഹൻ ആഹാരമൊക്കെ കുറച്ച് മതിയില്ലേ? ആ അവനും ഭക്ഷണം വെച്ചാൽ അലർജിയാണ്, ഒന്നും കഴിക്കൂല. ആന്റിക്ക് ആഹാരമൊക്കെ കുറച്ച് മതിയല്ലോ. കൊണ്ടുപോയിക്കോ. എന്നാ എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ പോകാനുള്ളതാ. 3 മണിക്കുമ്പോൾ അവിടെ എത്തണം. പോകട്ടെ? അത് ശരി. പെട്ടെന്ന് പോകാനെ ഇങ്ങോട്ട് വന്നേ. കപ്പ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് ഓടി അവിടുന്ന്. അല്ലെങ്കിൽ നിന്റെ കപ്പയും മീനും സൂപ്പർ ആട്ടാ. പിന്നെ ആന്റി വൈകുന്നേരം പോയാ പോരെ? ചായയൊക്കെ കുടിച്ച് ചൂടൊക്കെ ആറിയിട്ട് പോവാന്ന്. അയ്യോ അവള് ഭക്ഷണം കഴിഞ്ഞ് അപ്പ കിടന്ന് ഉറങ്ങി, അതുകൊണ്ട് ഇങ്ങനെ പറയണേ. എന്തോന്ന് ഇവിടെ പോവാണെന്ന് ഇവള്. ആര് തന്നെ? ആ എനിക്ക് അത്യാവശ്യമായിട്ട് നേരത്തെ പോകണം. ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കോ. എന്നാലും ആന്റി പോണെന്ന് പറഞ്ഞപ്പോ ഒരു വിഷം. എനിക്ക് മോളും കൂടെ പോ. എന്തേ പോണോ? എനിക്ക് സമയമില്ല. സമയമുള്ളപ്പോ വരാം ആന്റി. പഴയ നമ്പർ ഇപ്പം ചില ആളല്ലേ. അയ്യോ അതെ. അയ്യോ കൈ കഴുകി കൊടുപ്പോ. കൊള്ളാമോ? അത്യാവശ്യം കൊള്ളാം. രാജി നീ എത്തിയാ ബാങ്കില്? എത്തിയല്ലേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ആര് ബാലുവാ? ഏയ് വെറുതെ ചുമ്മാ പോടന്ന്. ഞാൻ വിളിക്കാം. എന്ത് ബാലുവിനെ പറ്റി പറയണേ? രാജി പറയണേ നിങ്ങൾ അവളെ കണ്ണീമ്പി കാണിച്ചെന്ന്. കണ്ണീമ്പി കാണിച്ചു? എന്തിന്? കാര്യമായിട്ടൊന്നല്ല, തമാശക്ക് പറഞ്ഞതാ. നിങ്ങളെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം അവളെ കെട്ടിയത്. പിന്നെ കണ്ണീമ്പി കാണിക്കാൻ പറ്റിയ ചളക്ക് ദേ ഇപ്പൊ കാണിച്ച്.
എടീ അത് മുളക് വീഴുമ്പോൾ കണ്ണ് വല്ലാതെ ഉറുത്തണം, അതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ എന്ത് പുതിയ ഒരു പ്രശ്നം വല്ലതും ഉണ്ടോ? ഓ പുതിയൊരു പ്രശ്നം ഉണ്ടാ, ഒരു BSc ഒരു പ്രശ്നം കിടക്കണം ഇവിടെ. എടാ വെക്കേഷനായി, ഇതാ ഇത് 5-ല് ഇത് 3-ല്. എവര് ഡിഗ്രി എടുക്കുമ്പോഴേക്കും നീ BSc എഴുതി എടുക്കോടാ. അതെന്തായാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ എഴുതിയെടുത്തു. അമ്മ സപ്പോർട്ടിന് വന്ന് ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അമ്മയ്ക്ക് പറ്റില്ലല്ലോ അല്ലേ? അതിപ്പോ ഞങ്ങളായാലും സപ്പോർട്ട് ചെയ്യില്ല. നിന്നെ ഇപ്പൊ ആരും വിളിച്ചത്? എനിക്ക് നിങ്ങോട്ട് വരാൻ പാടില്ലേ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. ചേച്ചി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണേ. അതുകൾക്ക് ഇത്തിരി ഇപ്പൊ കൂടിയിട്ടുണ്ട്. എന്റെ അമ്മ ഞാൻ അങ്ങ് പൊക്കോളാം. അതാണല്ലേ പോവാടി. നീ എവിടെ പറഞ്ഞു വെച്ചിട്ട് ആ BSc പ്രശ്നത്തിന് ഒഴിവാണ്ടാ. ചേച്ചി കള്ളം ചുമ്മാ മുങ്ങുവാ. ഡേഡി നീ നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടാ മതി കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓങ്ങി വെച്ചേക്കാണ്. അത് ശരിയാ. അതെ, നമ്മളിപ്പോ എങ്ങോട്ട് പോണ്? മുടിയഞ്ചാന്റെ BSc പ്രശ്നമല്ലേ നമ്മൾ നിക്കുന്നേ? നിനക്ക് അവളെ പറയുമ്പോ പൊള്ളിയല്ലേ? ഞാൻ അവക്കടെ വക്കീലാ. പിന്നെ അവൾക്ക് വേണ്ടി വാദിക്കാൻ പിന്നെ വേറെ ആക്കണ വാദിക്കണത്. അയ്യോ മോനെ പറഞ്ഞപ്പോ അച്ഛന് വിഷമമായിട്ടാ. ഈ അച്ഛനാണ് ഇവനെ വഷളാക്കണ ഇങ്ങനെ. പോടാ ഇളകി പോ. വാ പോര്. കാട് പുറത്ത് പോലെ കുറെ എണ്ണം. പട്ടിയും എല്ലാം കണക്കിയാണ്. എടാ യേശു, നമ്മുടെ വെക്കേഷനിൽ ബോറടിച്ച് തീർക്കാനാണ് വിധി. എടി ആ കോള് കാണുന്നുണ്ട്. നമുക്ക് എന്തേലും ചെയ്യണം കേട്ടോ. എന്തേലും ചെയ്യണം. എന്താണ് നിന്റെ അടുത്ത് ചോദിക്കണേ? ഒന്നല്ലെങ്കിൽ ചെറിയൊരു ടൂറ്, അല്ലെങ്കിൽ വലിയൊരു ഷോപ്പിംഗ്. ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോ ഒരു 5-6 ടീഷർട്ട്, 2 ഷർട്ട്, പിന്നെ 2-3 ഐസ്ക്രീം, നല്ല സൂപ്പർ ഷൂ. എന്തായാലും സിനിമയ്ക്ക് പോയേ പറ്റൂ. എനിക്ക് പ്രധാനമായിട്ട് 2 ചട്ടിയും വേണം. സ്വപ്നം കണ്ട് കിടന്നോ? കണ്ണുറക്കുമ്പോ മുമ്പിൽ വരൂ കേട്ടാ. എന്ത് ചട്ടിയാ? വടാ. അല്ലെങ്കിൽ ചെറിയൊരു ടൂറ് വേണം ചെയ്യണം. ഒരു ഊട്ടി കൊടൈക്കനാൽ ട്രിപ്പ്. എടി അത് വേണ്ട. അത് വേണം, നമ്മൾ കൊടൈക്കനാലിൽ പോയതല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പ് അടിച്ച് എങ്ങനെയായിരിക്കും? അത് സൂപ്പർ ആയിരിക്കും. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ട്രിപ്പിന് പോകാൻ പോണേ? എന്റെ ചേച്ചി ചുമ്മാ നെഗറ്റീവ് പറയാതെ മിണ്ടായിരുന്നേ. ഞങ്ങൾക്ക് 2 പേർ കൂടെ ഏതെങ്കിലും ഒരു ടൂറിന് പോകണം. എടാ, ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് അതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ എവിടുത്തെ സിറ്റുവേഷൻ വെച്ച കാര്യങ്ങളൊക്കെ നടക്കുക. എന്തോ സൗണ്ട് ഉണ്ടാക്കണ്? ഇവരെ ട്രിപ്പ് പ്ലാൻ ചെയ്യാ, വെക്കേഷൻ. ബെസ്റ്റ്. പ്ലാൻ ചെയ്തു, ഇഷ്ടംപോലെ പ്ലാൻ ചെയ്തു. അതിലൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒന്നും നടക്കത്തില്ല എന്നുള്ളൂ. ഓ എന്ത് സന്തോഷത്തോടെ പറയുന്നേ നോക്ക്. എടി ഒന്നല്ലെങ്കിൽ ചേട്ടനല്ലേടി ഏറ്റവും മൂത്ത പുത്രൻ. ചേട്ടനല്ലേ ഞങ്ങൾ 2 പേരും കൂടെ ഏതെങ്കിലും ടൂർ കൊണ്ടോണ്ടേ? എനിക്കൊരു ഭാഗ്യം വേണം. സൈക്കോളജിക്കൽ മൂവ് നടക്കില്ല മോനെ. ഇവിടെ ഒരു മൂവ്മെന്റ് ആയിക്കൂല. അറിയാലോ, പിന്നെ എന്ത് വാ കുത്തിട്ട് പോ. എന്താണ്? അല്ല, ഇവർക്ക് എവിടേക്കോ പോണോ അത്ര? അല്ലെങ്കിൽ പുറത്തു കൊണ്ടേ ഐസ്ക്രീമാ, ഷൂസാ, ഡ്രസ്സാ, പിന്നെ പ്രധാനമായി ഇവന് 2 ജെട്ടി മേടിച്ചു കൊടുക്കാൻ. പോണോ? എന്നാ പൊയ്ക്കോ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോകും. പോയാൽ പിന്നെ തിരിച്ചു കയറരുത്. അങ്ങനെയാണ് ഈ സ്മാർട്ട് കുട്ടികൾ ചെയ്യാറുള്ളത്. എങ്ങനെങ്കിലും ഞങ്ങൾ എങ്ങ് ഒഴിവാക്കണം, അതാണ് നിങ്ങളുടെ വിചാരം. ഈ കാര്യം പണ്ട് ആലോചിച്ചതാണ്, നടന്നില്ല. അമ്മ ചുമ്മാ തമാശ പറഞ്ഞു ഒഴിയാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ വെക്കേഷനായി, ഞങ്ങൾക്ക് ടൂർ പോയാൽ പറ്റുള്ളൂ. എന്തേ, ഞങ്ങൾക്ക് ടൂർ പോണം. എല്ലാം കൂടെ പ്ലാൻ ചെയ്യണം. ഞാൻ ഒളിഞ്ഞിന്ന് കേട്ട് എവിടെ പോണ്? അച്ഛൻ ടൂർ കൊണ്ടുവന്ന് രക്ഷപ്പെട്ട്. അച്ഛൻ ടൂറ് കൊണ്ടു, അമ്മ പൈസ തന്നാ മതി. അമ്മയുടെ എവിടെയും കൊണ്ടുപോകില്ല. അച്ഛനെ ആദ്യം കൊടൈക്കനാലിൽ കൊണ്ടുപോയ 40,000 രൂപയുണ്ടല്ലോ, അത് ഇങ്ങോട്ട് തിരിച്ചതാ. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. 40,000 കനാലിൽ പോയി പോടി അവിടുന്ന്. കൊടക്കനാലിൽ പോയിട്ട് 2 മാസം ഇപ്പോഴും ഓർത്തോണ്ടിരിക്കാനുള്ളൂ. അച്ഛൻ അവിടെ നിക്കച്ച പടവലത്തെ ചാനലിന്റെ പേരല്ല എംബസെന്റ് ഞാൻ തരാൻ പറ. അവിടുത്തെ സന്തോഷം കിട്ടും. അങ്ങനെ പറഞ്ഞവിടെ കേള് പിരിമുപ്പിക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ ആറ്റിന്റെ കരയില് കുറെ വസ്തു വെറുതെ കിടക്കണില്ല, ആർക്കും പ്രയോജനം ഇല്ലാണ്ട്. അതിങ്ങോട്ട് എഴുതി തരാൻ പറ. ഇപ്പൊ ഇവിടുത്തെ വിഷയം വെക്കേഷൻ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് പടവലാണ്. കുറച്ച് പൈസ ആയിട്ട് ഒരു അടിച്ചു പൊളിക്കാം. അത് തന്നെ. കുറച്ച് പൈസ ഉണ്ടായിക്കൊണ്ട് നേരിട്ട് പോയ കുഴപ്പമെന്താ? അത് ശരിയാ. അച്ഛനും മക്കളും കൂടെ നീട്ടി എനിക്ക് പൊയ്ക്കാം. എനിക്ക് നേരിട്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും എന്നോട് സ്നേഹം, എനിക്ക് അവരോട് സ്നേഹം. പക്ഷെ നിങ്ങൾ ശരിയല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും മുമ്പിട്ട് എനിക്കിട്ട് കുത്തും. എടി നിന്റെ അമ്മ ഇവിടെ വന്ന 24 മണിക്കൂർ എന്റെ പറയുന്നത് എന്നെ കുത്തിക്കൊണ്ട് നടക്കുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ലടി. പോടെ കിടന്ന് അത് വെറുതെ അല്ലല്ലോ, കാര്യം ഉണ്ടായിട്ടല്ലേ. എന്തോ കാര്യം? ഞാൻ പറഞ്ഞില്ല. ഞാൻ പടവലത്ത് പറഞ്ഞില്ല, നേരിട്ട് പറഞ്ഞോളൂ. മര്യാദയ്ക്ക് നീ നേരിട്ട് വന്നോളാം. ഞാൻ വരണില്ല. എന്തൊരു പടവല കാര്യം? എന്തോന്ന് ചോട്ടെ എന്റെ കൈവിട്. വിഷ്ണു വിടാൻ പറ. അമ്മ കൈവിടുമ്പോ കൈ വിടച്ചാ. ഞങ്ങൾക്ക് ടൂറിനും കൂടെ ഒരു സ്ഥലത്തും പോണ്ട. ഒരു മനസ്സമാനം കിട്ടിയാൽ മതി. നീ വാ, നമുക്ക് റൂമിൽ പോയി വല്ല ബുക്കും വായിക്കാം. അല്ല പിന്നെ നേരെ വീടാൻ പറഞ്ഞ അവിടെയും വിടില്ല ഇവിടെയും വിടില്ല. മാറി എനിക്ക് കേട്ടെ. വിഷ്ണു കളിക്കല്ല.
വിഷ്ണു കെട്ടരുത്. അഴിക്കടാ, കെട്ടഴിക്കടാ. കഴിച്ചോടാ കഴിക്കണം ഞാൻ കഴിച്ചോടാ വിഷ്ണു അഴിക്കാൻ. മക്കളെ ലച്ചു അഴിച്ചോട് ചോദിക്ക് ശിവ മോളൊഴിക്ക്. കഴിച്ചോട്